ഹായ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ആയുർവേദ സംബന്ധമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ കാണുന്നത്. ആടലോടകം എന്ന് പറയും. ഇത് രണ്ട് രീതിയിലുണ്ട്, ഇതുപോലെ കുറ്റിച്ചെടി രൂപത്തിലും പിന്നെ ഒരു മരമായിട്ടുള്ള രൂപത്തിലും. അപ്പം നമ്മൾ കൂടുതലായും ആയുർവേദ മരുന്നുകളും ഒക്കെ ഉണ്ടാക്കുന്നതിനൊക്കെ ആയിട്ട് ഈ ചെടി രൂപത്തിലുള്ളതാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. ഇതിനാണ് ഔഷധമൂല്യം കൂടുതലുള്ളതെന്ന് പറഞ്ഞു കേൾക്കുന്നത്. ഇത് ചുമയ്ക്കും മറ്റും അതുപോലെ അലർജിറ്റിക്കലായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ മരുന്ന് ഉണ്ടാക്കുന്നതിന് ഈ ഇല ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ അതുകൂടാതെ പച്ചില വളമായി ഉപയോഗിക്കുന്നുണ്ട്. മഞ്ഞ ചായം അതുപോലെ പച്ച ചായമൊക്കെ ഉണ്ടാക്കുന്നതിനായിട്ട് ഇതിൻ്റെ ഇല ഉപയോഗിക്കാറുണ്ട്. ആൽക്കലോയിഡുകളുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഫംഗസും കീടങ്ങളും ആക്രമിക്കാത്തത് കൊണ്ട് പഴങ്ങൾ പൊതിഞ്ഞ് സൂക്ഷിക്കാനും ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ഇലകൾക്ക് സുഖകരമല്ലാത്ത മഞ്ഞ നിറം ഉള്ളത് കാരണം മൃഗങ്ങൾ തിന്നാറില്ല. അതുകൊണ്ട് വേലിച്ചെടിയായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്നൊരു മരുന്ന് തയ്യാറാക്കുന്ന വീഡിയോയാണ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ പാപ്പയ്ക്കും മമ്മിക്കും ഒക്കെ ആണെങ്കിൽ കുറച്ച് നല്ല ചുമയുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു കഫക്കെട്ട് പോലെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് പണ്ട് എൻ്റെ വീട്ടിൽ വല്യമ്മച്ചി ഉണ്ടായിരുന്നപ്പോഴൊക്കെ ഉണ്ടാക്കി തരാറുള്ള ഒരു മരുന്നാണ് തയ്യാറാക്കുന്നത്. അത് ഈ ഇല വെച്ചിട്ടാണ്. ഇതിൻ്റെ പേര് ആലലോടകം എന്നാണ്. നമ്മുടെ ഇപ്പോൾ എല്ലാ വീടുകളിലും തന്നെ മിക്കപ്പോഴും കാണാറുണ്ട്. ഇതിനൊരു കയ്പ്പ് രസമാണ് ഉള്ളത്. അപ്പം നമ്മൾ ഈ ഇല ഈ മരുന്നുണ്ടാക്കാനായിട്ട് എടുക്കുന്നത് ഒറ്റ സംഖ്യകളെ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ 7 ഇല മാത്രമാണ് എടുത്തിരിക്കുന്നത്. അതായത് 1, 3 അങ്ങനെ ആ ഒരു ക്രമത്തിൽ ഉള്ള ഇലകളെ എടുക്കാവുള്ളൂ. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സാധാരണ ഈ ഔഷധ സംബന്ധമായിട്ടുള്ള ഇലകളായിട്ട് ഉള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ് പറയാറ്. ഒറ്റ സംഖ്യ വെച്ചിട്ട് തയ്യാറാക്കാന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇല എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അതുപോലെ അരി, കുരുമുളക് ഒക്കെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഒരു കട്ടിയുള്ള ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ആ നുറുക്കി എടുത്തിരിക്കുന്ന ആലോടകത്തിൻ്റെ ഇല ഒന്ന് നന്നായിട്ടത് ചൂടാക്കണം. ചൂടായി അതിൻ്റെ അകത്തെ ജലാംശവും എല്ലാം പോയിട്ട് ആ പച്ചനിറം പോവുകയില്ല കേട്ടോ. ഇങ്ങനെ നമ്മളിങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ നുറുക്കി നോക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊടിഞ്ഞു വരണം. ആ ഒരു പരുവാകുമ്പോഴത്തേക്ക് അതുപോലെ കരിഞ്ഞങ്ങ് പോകരുത്. അല്ലാത്ത പച്ചനിറം പോകാത്ത പൊടിഞ്ഞു വരുന്ന ഭാഗമാകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് അതൊരു ജസ്റ്റ് ചൂടായി ഇത് വരുമ്പോഴത്തേക്ക് ചെറുതായിട്ട് പൊടിഞ്ഞ പോലെ വരുമ്പോൾ ഈ എടുത്തു വച്ചിരിക്കുന്ന കുറച്ച് അരി, അതായത് ഒരു നുള്ള് അരി ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ അരി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം. അത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നതിനും അതുപോലെ അതിൻ്റെ അകത്ത് തണുപ്പ് കയറാതെയൊക്കെ ഇരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ അരി നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ കുരുമുളകും ആ അരിയും കൂടെ ഇനി നമ്മൾ ഇട്ട് കൊടുക്കാം. മുഴുവൻ ഇട്ട് കൊടുക്കണം. ഇത് ഞാൻ ഒരു 2 ദിവസത്തേന് 2 നേരം കഴിക്കാനുള്ള പാകത്തിനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് അളവ് കൂട്ടി ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് ഈ രൂപത്തിലല്ലാതെ നമുക്ക് മുട്ടയ്ക്കകത്ത് ഇതിൻ്റെ നീരെടുത്ത് ഈ ഒരു എണ്ണ പോലെ തന്നെയാണ് എടുക്കേണ്ടത്. ഒറ്റ സംഖ്യ എണ്ണത്തിലാണ് എടുക്കേണ്ടത്. എന്നിട്ട് മുട്ടയിൽ നന്നായിട്ട് അരച്ച് ചാറെടുത്ത് ആ ചാറ് ചേർത്ത് മുട്ടയിൽ ഓംലെറ്റ് അടിച്ച് കഴിക്കുന്നത് നല്ലതായിരിക്കും. നമുക്കത് ചവച്ചരച്ച് കഴിക്കാനായിട്ട് സാധിച്ചില്ലെങ്കിലും ഇതിങ്ങനെ ഓംലെറ്റ് അടിച്ചെടുത്ത് അത് വിഴുങ്ങി കഴിച്ചാലും മതി. അപ്പോൾ നമുക്ക് ഈ അരിയും ഈ ഇലയും എല്ലാം ശരിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അത് ചൂടാറിയിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഞാനത് പൊടിച്ചെടുക്കാനായിട്ട് ഇടിക്കല്ല് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ചെറു ചൂടോടെ കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ ആ ഇടിക്കല്ല് കഴുകി തുടച്ച് ഉണക്കിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് ഞാൻ ഈ സാധനങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഇടിക്കല്ലിൽ നന്നായിട്ട് ഇടിച്ച് പൊടിച്ചെടുക്കുകയാണ്. നന്നായിട്ട് ഫൈനായിട്ട് പൊടിയണം. ഇതിൻ്റെ ഈ ഒരു പരുവത്തിലാണ് ഞാനത് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇതുപോലെ എടുക്കണം. ആ അരി കുറച്ചൊരു
കഴിക്കാൻ കിട്ടുന്ന ആ ഒരു പരുവത്തിൽ ആണ് എടുക്കേണ്ടത്. ഇത് നമ്മുടെ കൽക്കണ്ടമാണ്, പനങ്കൽക്കണ്ടം. അതുപോലെ തേൻ ഉണ്ട്. ഈ 2 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും ചേർത്ത് നമുക്ക് ഇത് കഴിക്കാം. നമുക്ക് ഒരു സ്പൂണ് അളവിൽ ഈ പൊടി എടുക്കുക. ഈ ഇലയ്ക്ക് സാധാരണ നല്ല അസാധ്യമായ കയ്പ്പാണ്. ആ കയ്പ്പ് മാറുന്നതിന് വേണ്ടിയിട്ട് ആണ് ഈ തേനോ അല്ലെങ്കിൽ കൽക്കണ്ടമോ നമ്മൾ ചേർക്കുന്നത്. അത് മധുരത്തിൻ്റെ ആവശ്യമില്ല, കയ്പ്പ് സഹിച്ച് കഴിച്ചോളാം എന്നുള്ളുണ്ടെങ്കിൽ ഈ 2 സാധനമോ അല്ലെങ്കിൽ മധുരത്തിനായിട്ട് ഒരു സാധനവും ഉപയോഗിക്കാതെ ഡയറക്റ്റായിട്ട് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചുമയുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കി തയ്യാറാക്കി സൂക്ഷിച്ച് ഉപയോഗിക്കാം.